ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു റൂവ ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ മെയിൻ്റനൻസിന് ശേഷം നമ്മുടെ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് എന്തൊക്കെ പുതിയ ചേഞ്ചസും പുതിയ ഇവൻറ്റ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബ്രസീൽ ഇംഗ്ലണ്ട് നാഷണൽ ടീം ക്യാമ്പയിൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനാണ് നമുക്കിപ്പോൾ പോകുന്നത്. 20-ാം തീയതി വരെ ഉണ്ട്. ഈ ക്യാമ്പയിനാണ് ഇപ്പോൾ മെയിൻലി ഇപ്പോൾ പോകുന്നത്. 2 വീക്കോളം ഈ ക്യാമ്പയിൻ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് റിവാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതാണ് ഇന്ന് വന്നിരിക്കുന്ന പാക്ക്, എപ്പിക് പാക്ക്. അതിൽ ഫിലിപ്പ് ലാം ആൻഡ് ഫ്രാങ്ക് റിബറിയാണ് വന്നിരിക്കുന്നത്. ഫിലിപ്പ് ലാമിൻ്റെ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്കും പിന്നെ റിബറിൻ്റെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ് വന്നിരിക്കുന്നത്. ഒരു ലിങ്കപ്പ് പ്ലേ ആണ് വന്നിരിക്കുന്നത്. 2 പ്ലേയേഴ്സ് ലിങ്കപ്പ്. മാനേജർ പാക്കും വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിൽ പോവുകയാണെങ്കിൽ ഇന്ന് പാക്സ് നോക്കുമ്പോൾ പെപ് ഗാർഡിയോളേൻ്റെ ഒരു മാനേജർ പാക്കാണ് വന്നിരിക്കുന്നത്. പൊസിഷൻ ഗെയിമാണ് മെയിൻ. പൊസിഷൻ ഗെയിമും ഔട്ട് വേർഡും. പൊസിഷൻ ഗെയിം 89, ഔട്ട് വേർഡ് 89 ഉണ്ട്. ഒരു ബാഡ്മിൻറ്റൻ്റെ അന്ന് ടൈമിലുണ്ടായിരുന്ന ഗാർഡിയോളേൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ നാഷണൽ ഏജൻസിൻ്റെ ഒരു പാക്ക്, സ്റ്റാർട്ടർ പാക്ക് വന്നെന്ന് പറഞ്ഞു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ 900 കോയിൻ കൊടുത്താൽ നിങ്ങൾക്കൊരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇത്ര പ്ലെയേഴ്സിൽ നിങ്ങൾക്ക് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റും. 900 കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റും 900 കോയിൻസ് കൊടുത്തിട്ട്. അതല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നും ഷോപ്പിൽ വന്നിട്ടില്ല. പിന്നെ പ്ലേയേഴ്സ് ലിസ്റ്റ് പോകുമ്പോൾ ഇത് നമ്മൾ കണ്ട പാക്കിൽ പിന്നെ മറ്റ് 2 ഷോർട്ട് ടൈം പാക്ക് പ്ലേയേഴ്സ്, ഒന്ന് സാക്കയും പിന്നെ കാലിഫോർണിയാണ്. 200 പ്ലേയേഴ്സിൻ്റെ പാക്കാണ്. ഇന്നത്തെ പ്ലെയർ ഓഫ് വീക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കിടിലം പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ഡെക്ലൻ റൈസ്, സല, ചെർക്കി, പിന്നെ പെഡ്രോ വന്നിട്ടുണ്ട്, പിന്നെ ആൻ്റണി വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്ലെയർ ഓഫ് ദി വീക്കാണ് ഇന്നത്തെ. പിന്നെ ഇപ്രാവശ്യത്തെ ഫേസ് 4 ഈ ഫുട്ബോളിലെ ലീഗ് ഡിവിഷൻ 1 അടിച്ച് നിങ്ങൾ 1,00,000 മേലെ റാങ്കിങ് വന്ന് നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ് ഇത് കർവാളുടെ ഒരു കാർഡാണ്. എഡ്ജറ്റ് ക്രോസിംഗ് ഉള്ള ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് എന്ന് തോന്നുന്നു. അതെ, അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ഉള്ള ഒരു കാർഡാണ്. 33 ഏജാണ്. കർവാളുടെ നല്ലൊരു കാർഡായിരിക്കാം. പിന്നെ ഇത് നിങ്ങൾക്കൊരു മിഷൻസിലൂടെ ഒരു സെലക്ഷൻ കോൺട്രാക്റ്റ് കിട്ടും. അതിൽ F2P പ്ലേയേഴ്സിൻ്റെ ഏറ്റവും നല്ല യൂസ്ഫുള്ളായ ഒരെണ്ണമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹെൻഡേഴ്സൺ ഇതൊരു ആങ്കർമാനാണെന്ന്. ഹെൻഡേഴ്സൻ്റെ ഒരു ആങ്കർമാൻ കാർഡ്, റോബർട്ട്സൻ്റെ ഒരു അറ്റാക്കിംഗ് ഫുൾ ബാക്ക് വരുന്നുണ്ട് ലെഫ്റ്റ് ബാക്കിലേക്ക്. പിന്നെ മാർക്കിനോസിൻ്റെ ഒരു ബിൽഡപ്പാണെന്ന് തോന്നുന്നു. അതെ, ബിൽഡപ്പാണ് മാർക്കിനോസിൻ്റെ. പിന്നെ ബെർണാഡോ സിൽവൻ്റെ ക്രിയേറ്റീവ് പ്ലേ മേക്കർ. നിങ്ങൾ നോക്ക്, ബെർണാഡോ സിൽവ നോക്ക്, എല്ലാ പൊസിഷനും CF, അത്യാവശ്യം DMFൻ്റെ മേലേക്ക് എന്തൊക്കെ പൊസിഷൻ ഉണ്ടോ അതെല്ലാം ബെർണാഡോ സിൽവ ഉണ്ട്. ഗുല്ലിറ്റിൻ്റെ ഏകദേശം ഗുല്ലിറ്റിൻ്റെ കാർഡ് പോലെയാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് സെലക്ഷൻ കോൺട്രാക്റ്റ് വഴി സൈൻ ചെയ്യാൻ പറ്റും. റാഫിഞ്ഞുണ്ട്, ഹാരി കെയ്നുണ്ട്, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സാണ് മെയിൻ. പിന്നെ ജാവോ പെഡ്രോൻ്റെ ഒരു കാർഡ്, അത്യാവശ്യം അതിനങ്ങനെ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് സൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് പുതിയ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ പാക്കാണ്. അതിൽ മിക്കി വാൻഡേനും വാൽവേർഡേൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ അഡിയാമിൻ്റെ ഒരു കാർഡുണ്ട്. അങ്ങനെ അത്യാവശ്യം പ്ലേയേഴ്സ് ഉണ്ട്. ഞാനിതിൽ മിക്കവാറും മിക്കി വാൻഡേനെ എടുക്കുന്നുണ്ട്. കാര്യം അത്യാവശ്യം നല്ലൊരു കാർഡാണ് ഇപ്പോൾ ഈ ഫുട്ബോളിൽ. പിന്നെ വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഡെയിലി ഗെയിമിലൊന്നും പുതിയ പ്ലേയേഴ്സ് ആഡ് ആക്കിയിട്ടില്ല. കാണാം, ഡെയിലി ഗെയിമിലൊന്നും പുതിയ പ്ലേയേഴ്സിനെ ആഡ് ആക്കിയിട്ടില്ല. ദെൻ ഇന്നത്തെ ഇവൻറ്റ്സ് പോയി നോക്കുകയാണെങ്കിൽ ഇവൻറ്റ്സിൽ അത്യാവശ്യം നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവൻറ്റിൽ ഒരു 50 കോയിൻസ് റിവാർഡ് കിട്ടാനുള്ള ഒരെണ്ണമുണ്ട്, ടൂർണമെൻ്റ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ പ്ലെയർ ഓഫ് ദി വീക്കിൻ്റെ ഫ്രീ ചാൻസ് കിട്ടാവുന്നൊരു ഇവൻറ്റ്. മാക്സിമം എല്ലാവരും 50 കോയിൻ കളക്ട് ചെയ്യുക. അതേപോലെ നാഷണൽ ടീംസിന് ഒരു ബൂസ്റ്ററും അതിൻ്റെ ഒപ്പം ഇതിലാണ് ഇന്നത്തെ 50 കോയിൻ. അപ്പോൾ മാക്സിമം 2 ഇവൻറ്റിൽ നിന്ന് തന്നെ കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 100 കോയിൻസോളം കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നത്തെ ഇവൻറ്റ് ഇതിലാണ് ഷോപ്പിൽ സുനിൽ ഛേത്രിൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ യൂസേഴ്സിന് ബൈ ചെയ്യാൻ 30 രൂപയാണ്. അതിൽ 10 കോയിനും. അതുപോലെ സുനിൽ ഛേത്രിൻ്റെ ഒരു ഗോൾ പോച്ചർ കാർഡാണെന്ന് തോന്നുന്നു. സുനിൽ ഛേത്രിൻ്റെ ഒരു ഗോൾ പോച്ചർ കാർഡാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സൊക്കെ ഉണ്ട്, ഫിനോമിനൽ ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. ഈ ഫുട്ബോൾ പോയിൻസിൻ്റെ ജസ്റ്റ് ഫ്രണ്ട് ഇത് മാറ്റി വേറെ സെറ്റ്സിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. വേറെ പുതിയ പ്ലേയേഴ്സൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ GPൻ്റെ ഒരു വന്നിട്ടില്ല. വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കോയിൻ ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ബ്ലാക്ക് ഫ്രൈഡേൻ്റെ ക്യാമ്പയിൻ വരുന്നത്. അതിൻ്റെ ഒപ്പം ആയിരിക്കും ചിലപ്പോൾ കോയിൻ ഓഫേഴ്സും വരിക.
പിന്നെ ഇതൊക്കെയാണ്. പിന്നെ ഓക്കെ, ഇനി മിഷൻസ് നമ്മൾ പോവുകയാണെങ്കിൽ ഇതാണ് ബ്രസീൽ ഇംഗ്ലണ്ട് ടീം ക്യാമ്പയിൻ്റെ ഒരു മാച്ച് പാസ് പോലെ. അതിൽ നിങ്ങൾക്ക് 4 സെലക്ഷൻ കോൺട്രാക്റ്റോളം കിട്ടും. ഏറ്റവും ലാസ്റ്റാണ് ഏറ്റവും ലാസ്റ്റത്തെ ഇതുകൊണ്ട് ഇതെല്ലാം ഇതായി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റാണ് നിങ്ങൾക്ക് ഈ ഷോർട്ട് ടൈം പ്ലേയേഴ്സിന് എടുക്കാനുള്ളൊരു ഇത് കിട്ടുക. അപ്പോൾ നെക്സ്റ്റ് വീക്കിലായിരിക്കും അത് അൺലോക്ക് ആവാൻ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഈ വീക്കിലൊരു 15 കോയിൻസും കിട്ടും, നെക്സ്റ്റ് വീക്കിലൊരു 15 കോയിൻസ് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 100 കോയിൻസ് കിട്ടും. പിന്നെ ഇവൻറ്റ്സ് അടിച്ചിട്ട് ഒരു 100 കോയിൻസ് കിട്ടും. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് 200 കോയിൻസോളം കിട്ടുന്നുണ്ട്. ഈ ഇവൻറ്റിലൂടെ ഇവർ 200 കോയിൻസോളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് ഇന്നത്തെ മേജർ ചേഞ്ചസ് ആൻഡ് അപ്ഡേറ്റ്സ് നമ്മുടെ ഗെയിമിൽ വന്നേക്കണേ. ഗാർഡിയോല ഒരു അടിപൊളി മാനേജറാണ്. പൊസിഷൻ ഗെയിം നോക്കി നിൽക്കുന്ന ഒരു പൊസിഷൻ ഗെയിമാണ് അവരുടെ ഒരു ടീം പ്ലേ സ്റ്റൈൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഗാർഡിയോല നിങ്ങൾക്ക് ബെസ്റ്റ് മാനേജറാണ്. ടിക്കറ്റാക്കൊക്കെ ഭയങ്കര ഫേമസ് അങ്ങനെ ഒരു സംഭവം തന്നെ ഫുട്ബോളിലേക്ക് കൊണ്ടുവന്ന ആൾ ഗാർഡിയോളയാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു മാനേജറാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പിൻ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഈ ഫുട്ബോൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.